കുടുംബ പ്രേക്ഷകരുടെ ഒരു നല്ല സീരിയലാണ് ഉപ്പും മുളകും. അത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. ആ സീരിയലിനിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ സീരിയലിനെ നയിക്കുന്നത് പാറുക്കുട്ടിയാണ്. 4 മാസം കഥാപാത്രമായി വന്ന് 7 വയസ്സിലെത്തിയ പാറുക്കുട്ടി, അതായത് അമ്മയായ അനിൽ. ആ കുട്ടിയാണ് ഇന്നത്തെ പ്രശസ്ത കഥാപാത്രം. അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരിയൽ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ദേഷ്യം വരും. വേറെ കാര്യം നോക്കണേ, ഈ സീരിയൽ ഇങ്ങനെ വലിച്ച് നീട്ടി മനുഷ്യനെ വല്ലാതാക്കും, കുടുംബ ബന്ധങ്ങൾ തകർക്കും, ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും പ്രചരണം. ഞാൻ സീരിയൽ കാണുന്ന ആളാണ് കേട്ടോ. അത് ആരെന്ത് പറഞ്ഞാലും ഞാൻ സീരിയലൊക്കെ കാണുന്ന ആൾ തന്നെയാണ്. പക്ഷേ പലർക്കും അത് ഇഷ്ടമല്ല. വേറെ കാര്യം നോക്കണേ, കുടുംബ ബന്ധം തകർക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, അങ്ങനെ ഒരു സിനിമയ്ക്കോ സീരിയലിനോ കുടുംബ ബന്ധമൊക്കെ തകർക്കാൻ പറ്റുമോ? നമ്മളത് വേണ്ടാന്ന് വെച്ചാൽ പോരെ. പക്ഷെ അങ്ങനെ കാണുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു സീരിയൽ ഫ്ലവേഴ്സിൽ വന്നിരുന്നു, ഉപ്പും മുളകും. ആദ്യം ഞാൻ അത്ര ഗൗനിച്ചില്ല. പക്ഷെ അത് കാണാൻ തോന്നാൻ കാരണം അതിൻ്റെ സംവിധായകനും എഴുത്തുകാരൻ തന്നെയാണത്. അയാൾ മുമ്പും കുറച്ച് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. രസകരമായിരിക്കും. അധികം സംഭാഷണമില്ലാതെ ഇൻസിഡൻറ്റ് കോമഡി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാവുന്നതൊക്കെ. അപ്പോൾ അത് നമ്മൾ ആ സീരിയൽ കാണുമ്പോൾ ശരിക്കും അതിൽ ഒരു 4-5 കഥാപാത്രങ്ങളുണ്ട്. ഒരു കുടുംബത്തിലെ 1, 2, 3, 4 മക്കൾ, അച്ഛൻ, അമ്മ, ആ കുടുംബം നമ്മുടെ വീട്ടിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ അത്രയും ഒറിജിനാലിറ്റിയോടെ അവതരിപ്പിക്കാൻ ആ സീരിയലിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ 2 മെയിൻ കഥാപാത്രങ്ങളിലേക്ക് ഒരു 4 മക്കളും അച്ഛനും അമ്മയും, അങ്ങനെ 6 പേരും, അവർക്കിടയിലേക്കാണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ വേറൊരു കുഞ്ഞ് കടന്നു വന്നത്. പാറുക്കുട്ടി എന്ന് അവർക്ക് പേരിട്ടു കൂട്ടി ശരിക്കും. പാറുക്കുട്ടിയും ഈ ഉപ്പും മുളകിലൊരു കഥാപാത്രമായി മാറി. ആദ്യകാലത്തൊന്നും നമ്മളങ്ങനെ പാറുക്കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നില്ല. പാറുക്കുട്ടി അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കുന്ന രീതിയിലുണ്ടായില്ല. കാരണം അല്ലാണ്ട് തന്നെ ആ കഥയുടെ ഒഴുക്കും വീട്ടിലെ തമാശകളും സംഘർഷങ്ങളും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നമ്മുടെ മറ്റു 4 മക്കളിലും മുടിയനുണ്ടായിരുന്നു. ശരിക്കും മുടിയനൊരു പ്രധാന കഥാപാത്രമാണെന്ന് ആലോചിക്കണം. മുടിയനിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുകയാണത്. അപ്പോൾ ഇങ്ങനെ ഈ സീരിയൽ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത അവസരത്തിൽ തന്നെയാണ് ഈ സംവിധായകനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ ഈ സീരിയൽ അഭിനയിച്ചിരുന്ന ചിലരൊക്കെ ശ്രമിച്ചത്. അപ്പോൾ ഒരു പുരുഷൻ്റെ മേൽ കുറ്റം ചാർത്തണമെങ്കിൽ ഏറ്റവും പുതിയ ആയുധം എന്താ? ആ സെക്സുമായി ബന്ധപ്പെടുത്തുക, അല്ലെങ്കിൽ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയാന്നുള്ളതാണത്. അതാണ് ഏറ്റവും വലിയ കടുങ്കൈ. അങ്ങനെ ഒരു സംഭവം പറഞ്ഞു പരത്താനുള്ള സംഭവത്തിലുണ്ടായി. അപ്പോൾ അതുവരെ ഇങ്ങനെ 100-101% പോയിരിക്കുക. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരുന്ന ചിലർക്ക് വിചാരിച്ചത് അവരുടെ ക്രെഡിറ്റ് കൊണ്ടാണ് ഈ സീരിയൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണത്. അപ്പോൾ ഗതികെട്ടിട്ടോ എന്തോ പ്രേരണ ആയാലോ തൽക്കാലം ആ സംവിധായകൻ അതിൽ നിന്ന് മാറി നിന്നു. അപ്പോൾ മാറി നിന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വേണ്ടത്? വേറൊരാൾ വരണം. ആര് വന്നാലും ഈ അഭിനയിച്ച നായകനും നായികയും അവരൊക്കെയാണല്ലോ ഇതിന് കൊണ്ടുപോകുന്നത്. അവരുടെ പേരിലല്ലേ പിന്നെ സീരിയൽ അറിയപ്പെടേണ്ടത്. അപ്പോൾ ആദ്യത്തെ ആൾ പോയി, രണ്ടാമതൊരാൾ വന്നെങ്കിലും പകരം അത്ര ക്ലച്ച് പിടിച്ചില്ല. ഒറിജിനൽ റോസാപ്പൂവും പ്ലാസ്റ്റിക് റോസാപ്പൂവും തമ്മിലുള്ള 2 റോസാപ്പൂക്കളാണ്. ഒന്ന് ഒറിജിനൽ റോസാപ്പൂവും മറ്റൊന്ന് പ്ലാസ്റ്റിക് റോസാപ്പൂക്കൾ എന്ന രീതിയിലാണ് പ്രേക്ഷകർക്ക് പിന്നെ അനുഭവപ്പെട്ടത്. അപ്പോൾ ചോദ്യങ്ങളായി, എവിടെ പോയി നിങ്ങൾ വലിയ വാചകടിച്ചിരുന്നില്ലേ? പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ പഴയ ആൾ തിരിച്ചു വന്ന് സജീവമായി. ആ സജീവമായപ്പോൾ വേറെയും പ്രശ്നങ്ങളുണ്ടായി. മുടിയൻ വലിയ പ്രധാന പ്രശ്നമായി. മുടിയൻ ആ സീരിയലിൽ നിന്നും മുടിയന് പോകേണ്ടി വന്നു. അതുമാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഇതിലത്തെ പ്രധാന നായകനും നായികയും അടക്കം ആ സീരിയൽ വിട്ടു. ഇപ്പോഴും ഈ സീരിയലുണ്ട്.
ഇപ്പോൾ ഈ സീരിയലെ പിടിച്ചു നിർത്തുന്നതും നമ്മളെയൊക്കെ കാണാൻ പ്രേരിപ്പിക്കുന്നതും ആരാ? പാറുക്കുട്ടി. പാറുക്കുട്ടിക്ക് ഇപ്പോൾ 7 വയസ്സ് പ്രായമുണ്ട്. പാറുക്കുട്ടി അങ്ങനെ ചെറിയ വായിൽ വലിയ വർത്തമാനങ്ങൾ പറയുന്നു. നമ്മളൊക്കെ പറയാറുണ്ട്, കുട്ടികളുടെ കാര്യം സംസാരിച്ചാൽ മതി, വലിയവരുടെ കാര്യം സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ നമ്മൾ അടിച്ച് അമർത്താൻ നോക്കാറുണ്ട്. പക്ഷേ നമ്മളെക്കാൾ വിവരം ചിലപ്പോൾ കുട്ടികൾക്കുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പാറുക്കുട്ടിയുടെ ഇപ്പോൾ വന്നപ്പോൾ വൈറലായി. പാറുക്കുട്ടിയെ പ്രേക്ഷകർ ഇഷ്ടമായി. എങ്ങനെ? നമുക്കിവിടെ ബേബി ശാലിനി ഉണ്ടായിരുന്നു സിനിമയിൽ. ആ ബേബി ശാലിനിയെ പ്രേക്ഷകർ എങ്ങനെയാണോ ഏറ്റെടുത്തത്, ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും ഇതുപോലൊരു കുഞ്ഞാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ആഗ്രഹിച്ചൊരു കാലഘട്ടം, അല്ലെങ്കിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണം ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ മുടി കെട്ടുന്നത് ഇങ്ങനെയായിരിക്കണം, ഇതൊക്കെ ബേബി ശാലിനിയെ കണ്ടാണ് അന്ന് പഠിച്ചത്. അപ്പം ആ ബേബി ശാലിനിക്ക് അന്ന് നമ്മൾ കൊടുത്ത, കുടുംബ പ്രേക്ഷകർ കൊടുത്ത അതേ മാനസികാവസ്ഥ ഇപ്പോൾ പാറുക്കുട്ടിക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാറുക്കുട്ടി എന്നുള്ളത് ഒറിജിനൽ പേരാണോ എന്നുള്ളത്. ആ കുട്ടിയുടെ പേര് അമേയ അനിൽ എന്നാണ്. പാറുക്കുട്ടി ഇത് കഥയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ് ഈ പാറുക്കുട്ടി തന്നെ അവസാനം സിനിമയിലേക്ക് പോവുകയാണെങ്കിൽ പാറുക്കുട്ടി എന്ന് പറയുന്നത്, പാർവതി എന്ന് പറയാൻ പറ്റില്ല, ഇനി കുറേ പാർവതിമാരുണ്ട്. അപ്പോൾ പാറുക്കുട്ടി എന്ന് പറയാനും സുഖമുണ്ട്. ചിലപ്പോൾ സിനിമയിൽ പേര് മാറ്റേണ്ടി വന്നാൽ അങ്ങനെയും സംഭവിക്കാം. ഇപ്പം ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവാൻ കാരണം ഈ അടുത്ത കാലത്ത് വന്ന ഈ സീരിയലിലെ പ്രധാന രംഗമാണ്. ആ രംഗം കത്തിക്കയറുകയാണ്. കാരണം നമ്മൾ മമ്മൂട്ടിയുടെയും മോഹൻലാലും മറ്റും നെടുനീളൻ ഡയലോഗ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി തൻ്റെ പോലീസ് വേഷത്തിൽ നെടുനീളൻ ഡയലോഗ് പറഞ്ഞ പോലെ ഈ കൊച്ചുകുട്ടി അങ്ങോട്ട് പറയുകയാണത്. അതിൽ ആ വെറും ഒരു പറച്ചിലല്ല, അതിൽ വികാര വിചാരങ്ങൾ, സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഒരുപോലെ ഒരേ നിമിഷത്തിൽ വന്നു പോകുന്നു എന്നുള്ളതാണ് ആ കഥാപാത്രത്തിൻ്റെയും ആ ഡയലോഗിൻ്റെയും പ്രത്യേകത. അതാണ് പലരും ഏറ്റുപിടിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ ഉപ്പും മുളകും പോകുന്നത് ഈ പാർവതിക്കുട്ടിയുടെ കഥാപാത്രത്തിൻ്റെ മിടുക്കും അഭിനയവും കൊണ്ടാണ് എന്ന് പറഞ്ഞു തുടങ്ങി. ഈ പറഞ്ഞ് നമ്മൾ ഹിറ്റാക്കില്ലേ എന്ന പോലെ ഈ സീരിയൽ വേണ്ടെന്ന് വെച്ചവർ, അല്ലെങ്കിൽ ഈ സീരിയൽ ആദ്യമായി കാണാൻ പോകുന്നവരൊക്കെ ഈ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഈ പാറുക്കുട്ടിയെ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ സീരിയൽ കാണുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ പലരും പറഞ്ഞു തുടങ്ങി, ഈ കുട്ടിയെ പിടിച്ചാൽ കിട്ടില്ല, ഇത് സീരിയലൊന്നും ഉണ്ടാവേണ്ട കുട്ടിയല്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ അഭിനയശേഷി കേട്ടറിഞ്ഞ പല നിർമ്മാതാക്കളും സംവിധായകരും കണ്ടറിയാൻ വേണ്ടി ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ നമ്മുടെ പ്രിയപ്പെട്ട പാറുക്കുട്ടി സിനിമയിലെത്തും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ബേബി ശാലിനിയെ പോലെ തന്നെ പാറുക്കുട്ടി സിനിമയിലും ചെന്ന പ്രേക്ഷകർ സ്വീകരിക്കും. അങ്ങനെ അമേയ അനിൽ എന്ന പേരുള്ള പാറുക്കുട്ടി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി വളരട്ടെ.